ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2-3 വർഷം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന 3 കിലോ മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമേ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ലതായിട്ട് വെള്ളമില്ലാത്തതായിരിക്കണം. മുഴുവൻ മാങ്ങയും തുടച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ട് മാങ്ങാണ്ടിയോടുകൂടി മുറിച്ചെടുക്കണം. അത് വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നല്ല കടുപ്പമുള്ള മാങ്ങയാണ്, മാങ്ങാണ്ടി നല്ല കടുപ്പ് വരുന്നതുകൊണ്ട് ഞാനത് ഈ രീതിയിൽ എടുത്തതിന് ശേഷം കാണിക്കുകയാണ്. വേണ്ട പിച്ചാത്തി കൊണ്ട് അത് ആ മാങ്ങാണ്ടി കുത്തിക്കളഞ്ഞ് വേണ്ട അതിൻ്റെ ഒരു തോട് പോലുണ്ട്, ഇത് കഴിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് പോലെ സാധനമുണ്ട്, അതും കുത്തിയെടുത്ത് കളയണം. ഇതേ കണ്ടോ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്കൊക്കെ പോകാൻ ചാൻസ് ഉള്ളതാണ്. ഇതേണ്ട ഇങ്ങനെല്ലാം എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേണ്ട ഈ ഒരു സൈസിൽ ഇതേ കണ്ടോ, ഞാൻ ഒരു പീസ് എടുത്ത് കാണിക്കാം. ആ രീതിയിൽ മുറിച്ചെടുക്കണം. മാങ്ങ ഇതുപോലെ മുറിച്ചെടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ബുദ്ധിമുട്ടിയാലും നമുക്ക് കുറേ കാലം ഈ അച്ചാർ ഉപയോഗിക്കാമല്ലോ. ഇനിയും കുറച്ച് സാധനങ്ങൾ വറുത്തെടുത്ത് പൊടിക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അത് ഒരുവിധം ഒന്ന് ചൂടായി വരണം. എണ്ണയൊന്നും ഒഴിക്കാതെ റോ ആയിട്ടാണിത് വറുത്തെടുക്കേണ്ടത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 10-30 ഗ്രാം കടുക് കാണും. കടുക് ഇങ്ങനെ പൊട്ടുന്നേ കേൾക്കാം. ആ സമയത്ത് ഇത് ഓഫ് ചെയ്യണം. ഇനി ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം തണുത്തതിന് ശേഷം. നിരവധി വെറൈറ്റികളായിട്ടുള്ള അച്ചാറുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിക്കിൾ എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. ഇനി ആ അരിഞ്ഞു വെച്ച മാങ്ങയിലോട്ട് ആ പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കുടം വെളുത്തുള്ളി പൊളിച്ച് കഴുകി വെള്ളമെല്ലാം തോർന്നതിന് ശേഷം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിൽ ഒരു 30 ഗ്രാം കട്ടക്കായമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് വിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ തിരിച്ച് മറിച്ചിടാം. അതിന് ശേഷം അടപ്പടച്ച് 2 ദിവസം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി വരും. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് നിങ്ങൾ ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. ഞാനിവിടെ കടുകെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ ആയാലും മതി. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതിടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ കടുകെണ്ണ ഉപയോഗിക്കുന്നത്. ഒരു 1/2 കപ്പ് കടുകെണ്ണ, 1/2 കപ്പിന് മുകളിലുണ്ട് കടുകെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകെണ്ണ നല്ലതുപോലെ ചൂടായി ഇത് കാണുന്ന പോലെ ആവി പോലെ ഇങ്ങനെ വരും. അത് ഒരു 2-3 മിനിറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അല്ലെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ 100 ഗ്രാം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് തീ ഇട്ടുകൊണ്ടൊക്കെ ഇത് ചെയ്താൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അത് എണ്ണ നല്ലതുപോലെ തിളച്ചതായതുകൊണ്ട് ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞിടുന്നതാണ് നല്ലത്. എല്ലായിടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളെല്ലാം ഉപ്പിട്ട് വെച്ച ആ മാങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. വേണ്ട നേരത്തെ 2 ദിവസമായത് ഇത് അടച്ചു വെച്ചിട്ട് കണ്ടോ, നീരൊക്കെ നല്ലതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ആ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. മുഴുവനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഈ അച്ചാറ് ഒരു 2-3 വർഷം വരെ കേടാകാതിരിക്കും. ഇത് അളിയാത്ത ടൈപ്പ് മാങ്ങ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് 2 ദിവസം ഇരുന്ന് അതൊന്ന് സെറ്റായതിന് ശേഷമേ കുപ്പിയിൽ കോരി വെക്കാവൂ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മാങ്ങ സീസണിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒക്കുന്നതാണ്. ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കും വിദേശത്ത് പഠിക്കാൻ പോയേക്കുന്ന മക്കൾക്കും ഒക്കെ കൊടുത്തു വിടാം. കണ്ടോ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കി കണ്ടോ നല്ലതായിട്ടെല്ലാം നല്ല പരുവത്തിന് പിടിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ കുപ്പികളിൽ നമുക്കത് നിറച്ചെടുക്കാം. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. നീരൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരുന്ന മാങ്ങയാകുന്നതിലാണ് നല്ല ടേസ്റ്റ് കൂടുതൽ. ഇതതുപോലുള്ള മാങ്ങ ഇരുന്നിട കണ്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.